പാരത്രിക ലോകത്തെ പരാജിതർ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ അടിമകളുടെ അമലുകൾ തൂക്കി നോക്കിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പ്രതിഫലം നൽകുന്നത്. പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ അള്ളാഹു തആല പറയുന്നു, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും ഒരു വ്യക്തി അണുമണി തൂക്കം നന്മ ചെയ്താൽ നിശ്ചയമായും അതിൻ്റെ പ്രതിഫലം അവൻ ആഖിറത്തിൽ കാണുക തന്നെ ചെയ്യും. ആരെങ്കിലും അണുമണി തൂക്കം തിന്മ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലവും നാളെ പാരത്രിക ലോകത്ത് കാണുക തന്നെ ചെയ്യും. അതായത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നമസ്കാരമായാലും ശരി, നോമ്പായാലും ശരി, സക്കാത്തായാലും ശരി, മറ്റിതര ഏതെല്ലാം സൽക്രമങ്ങളായാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ വസിനനുസരിച്ച്, തൂക്കത്തിനനുസരിച്ചാണ് അള്ളാഹു തആല പ്രതിഫലം നൽകുന്നത്. വമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ. മറ്റൊരിടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ആരുടെയെങ്കിലും സൽക്രമങ്ങൾ ഭാരം കൂടിയാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിൻ്റെ ഭവനമായ സ്വർഗീയ ആരാമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് അനുഗ്രഹിക്കുന്നതാണ്. നാളെ പരലോകത്ത് വരുമ്പോൾ ഒരു മനുഷ്യന് ഇബാദത്തുകളെല്ലാം ചെയ്ത് ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഹജ്ജ് ചെയ്തിട്ടുണ്ടാകും, സക്കാത്തുണ്ട്, നോമ്പുണ്ട്, മറ്റുള്ള എല്ലാ ഇബാദത്തുകളുമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ തൂക്കിനോട്ടത്തിൽ അതിന് യാതൊരു തൂക്കവും ഉണ്ടാകുകയില്ല, ഒരു കനവുമില്ല. അങ്ങനത്തെ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലിൽ ജിബാലി തിഹാമ. ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല കൊണ്ടുവരപ്പെടും. അവരുടെ അമാലുകളാണെങ്കിൽ, അവരുടെ പ്രവർത്തനങ്ങൾ പർവ്വതത്തിനോളം വലിപ്പമുള്ള അമാലുകളായിരിക്കും. പക്ഷേ ആ അമലുകൾക്കൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ഭാരവും ഉണ്ടാകുകയില്ല. ഫയജഅലഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ. അവരുടെ ഈ അമാലുകളെ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു തആല തൂക്കി നോക്കുന്ന സമയത്ത് ഭാരമില്ലാത്ത പഞ്ഞികളെപ്പോലെ കനം കുറഞ്ഞതായിരിക്കും. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല പറയുകയാണ്, ഹബീബായ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വിഭാഗം ആരാണ്? ഞങ്ങൾക്കൊന്ന് അവരെ സംബന്ധിച്ച് ഒന്ന് പറഞ്ഞു തന്നാലും, അവരുടെ വിശേഷണങ്ങൾ എന്താണെന്ന് ഒന്ന് അറിയിച്ചു തന്നാലും എന്ന് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല അൻഹു ആശ്ചര്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. വേറെ ഒന്നിനുമല്ല, ഞങ്ങൾ അതിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ്, അല്ല നകൂന മിൻഹും, ഞങ്ങളെല്ലാം ആവാതിരിക്കാൻ, അവരിൽ പെടാതിരിക്കാൻ വേണ്ടി, സൂക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗബാൻ റളിയല്ലാഹു തആലയോട് പറയുകയാണ്, ഖാല അമാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദത്തിക്കും. അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, അവർ മുഅ്മിനീങ്ങളാണ്, അവർ മുസ്ലിമീങ്ങളാണ്, അവർ നിങ്ങൾപ്പെട്ടവർ തന്നെയാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അള്ളാഹുവിന് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്, അള്ളാഹുവിന് ഒരുപാട് ഭയപ്പെടുന്നവരാണ്. പക്ഷേ വലാകിന്നഹും അഖ്വാമൻ, അവരൊരു വിഭാഗം ജനങ്ങളാണ്. ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യമായി അവരൊറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവർക്കത് സൂക്ഷിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കാൻ, രഹസ്യങ്ങളിൽ സൂക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അവരുടെ എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു തആല ഹബാഅൻ മൻസൂറ, വളരെ കനമില്ലാത്ത
ധൂളികളായി അള്ളാഹു സുബ്ഹാനഹു തആല ആഖിറത്തിൽ മാറ്റിമറിക്കപ്പെടും എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞതായി ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളെ, നാം ചിന്തിച്ചു നോക്കുക, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ്? പാപം ചെയ്യാനുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ അള്ളാഹുവിനെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നാളെ ഒരു പാപം ചെയ്യാനുള്ള സാഹചര്യം ലഭിച്ചാൽ അതിനെ എങ്ങനെ നാം നേരിടും? ഇത്യാദി കാര്യങ്ങൾ നാം ഓരോരുത്തരും വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. നമ്മളെ തന്നെ നമ്മൾ ഒരു വിചാരണയ്ക്ക് തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല രഹസ്യ പരസ്യങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാം.